പരിശുദ്ധ ഇസ്ലാം 3 ഭാഗങ്ങളായാണ് അള്ളാഹു സംവിധാനിച്ചത്. പഴയകാലത്തെ മദ്രസ പാഠപുസ്തകങ്ങൾ ആ ക്രമത്തിലായിരുന്നു. ദീനിയാത്ത്, അമലിയാത്ത്, അഖ്ലാഖ്. ഇതാണ് 3 പാർട്ടുകൾ. അതിൻ്റെ മറ്റൊരു ഭാഷയാണ് നമ്മൾ സാധാരണ പറയാറുള്ള ഉസൂലുദ്ദീൻ, ഫുറൂഉദ്ദീൻ, അഖ്ലാഖുദ്ദീൻ. അത് തന്നെയാണ് ഈമാൻ, ഇസ്ലാം, ഇഹ്സാൻ. ഇങ്ങനെ 3 ഭാഗങ്ങളായാണ് ദീനുള്ളത്. അതിലടിസ്ഥാനപരമായ വിശ്വാസകാര്യങ്ങളും ആ വിശ്വാസത്തിൽ അധിഷ്ഠിതമായ അനുഷ്ഠാനമുറകളും കഴിഞ്ഞാൽ ഇത് രണ്ടിൻ്റെയും അകമ്പടിയോടെ ഒരു വിശ്വാസിയിൽ ഉണ്ടായിത്തീരേണ്ട അവസ്ഥയെ സംബന്ധിച്ചാണ് ഇഹ്സാന്, അഖ്ലാഖ് എന്നെല്ലാം പറയുന്നത്. അതാണ് ഇസ്ലാമിൻ്റെ യഥാർത്ഥ ആത്മീയത. ഇഹ്സാൻ ഇല്ലാത്ത ഈമാനും കർമ്മങ്ങളുമൊക്കെ അതൊരു ഉപ്പില്ലാത്ത ഭക്ഷണം പോലെയാണ്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിലേക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്ന് ചില ചോദ്യങ്ങൾ ചോദിച്ച ഹദീസ് നിങ്ങൾ പലതവണ കേട്ടിട്ടുള്ളതാണ്. ഈമാൻ കാര്യത്തെപ്പറ്റി ചോദിച്ചു, നബിതങ്ങൾ ഉത്തരം പറഞ്ഞു, ശരിവെച്ചു. ഇസ്ലാമിനെ പറ്റി ചോദിച്ചു, മറുപടി കൊടുത്തു, ശരിയിട്ടു. മൂന്നാമത് ജിബ്രീൽ അലൈഹിസ്സലാം ചോദിച്ചു, അഖ്ബിർനി അനിൽ ഇഹ്സാൻ, ഇഹ്സാൻ എന്താണ് എന്ന് അവിടുന്ന് പറഞ്ഞു തരണം. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അൽ ഇഹ്സാനു അൻ തഅബുദല്ലാഹ കഅന്നക തറാഹ്. ഇഹ്സാൻ, ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ അല്ലാഹുവിനെ നീ ആരാധിക്കലാണ്. ഏത് വിധത്തിൽ? കഅന്നക തറാഹ്, അല്ലാഹുവിനെ നീ മുന്നിൽ ഇങ്ങനെ കാണുന്നത് പോലെ അല്ലാഹനെ ആരാധിക്കുക. തുടർന്ന് അവിടുന്ന് പറഞ്ഞു, ഫഇല്ലം തകുൻ തറാഹു, സത്യത്തിൽ നീ അല്ലാഹുവിനെ കാണുന്നില്ലെങ്കിലും ഫഇന്നഹു യറാക്, അല്ലാഹു നിന്നെ ഇങ്ങോട്ട് കാണുന്നുണ്ടല്ലോ. ആ ഒരവസ്ഥയിലെങ്കിലും നീ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുക. ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് ഇമാമിയങ്ങൾ ആത്മീയതയുടെ 2 ഗ്രേഡുകളാണ് ഇതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരാമർശിച്ചത് എന്ന് വിശദീകരിച്ചത് കാണാം. ഒന്ന്, അള്ളാഹുവിനെ നമ്മൾ മുമ്പിൽ ഇങ്ങനെ കാണുന്നൊരവസ്ഥയിലേക്ക് നമ്മളെ ഈമാൻ ഉയരുക എന്നുള്ളതാണ്. ഇപ്പം നമ്മളൊരു തൊഴിലാളിയാണ്, തെങ്ങ് തടം തുറക്കുക, അല്ലെ വേറെ എന്തെങ്കിലും ഒരു പണിയെടുക്കുക. മുതലാളി നമ്മളെ മുമ്പിൽ ഇങ്ങനെ വന്നിങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ എങ്ങനെ നമ്മൾ പണിയെടുക്കുക? ഷറാക്കൂലേ? അവിടെ ഇങ്ങനെ കോലെടുത്ത് ഇങ്ങനെ കൈക്കോട്ടുമ്മല വരുത്തിക്കൂലല്ലോ. നല്ലോണം പണിയെടുക്കും, എടുക്കണ നല്ല മട്ടത്തിലെടുക്കും, ആയത്തിൽ കൊത്തുമൊക്കെ ചെയ്യും. ഇതുപോലെ പടച്ചോനിങ്ങനെ മുന്നിൽ കാണുന്ന സമയത്ത് നമ്മൾ ചെയ്യുന്ന ഇബാദത്ത് എല്ലാ കുറ്റവും തീർന്നായിരിക്കും. പടച്ചോൻ തന്നെ വേണമെന്നില്ല നമുക്കല്ലേ. ഉസ്താദ് ഇങ്ങനെ വയ്യക്കൂടെ നടക്കുമ്പോൾ ശിഷ്യന്മാരെങ്ങനെ നിസ്കരിക്കുക? പോലെ കാലിൻ്റെ വിരലിൻ്റെ പള്ളൊക്കെ നല്ല അമർത്തും, ചിലപ്പം പിത്രക്കാട് നിസ്കരിച്ചിടും. ഉസ്താദ് ഇല്ലെങ്കിലും വല്ല പോണോലാണെങ്കിലും ഉസ്താദ് ഉണ്ടെങ്കിൽ അത് ചെയ്യാണ്. അപ്പം അള്ളാഹുവിനെ ഇതാ മുന്നിൽ ഇങ്ങനെ അള്ളാഹ് നിൽക്കുകയാണ് എന്നൊരവസ്ഥ നമുക്ക് ഉണ്ടായി കിട്ടിയാൽ അതാണ് ആത്മീയതയുടെ 1ാമത്തെ ഗ്രേഡ്. പിന്നെ മഹാന്മാർ പറഞ്ഞു, എന്നാൽ അങ്ങോട്ടൊരാൾക്ക് വളരാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും അള്ളാനെ നമ്മൾ അങ്ങോട്ട് കാണുന്നില്ല, മുശാഹദ എന്ന അവസ്ഥയിൽ എത്തുന്നില്ലെങ്കിലും മുറാഖബ, അള്ളാഹു നമ്മളെ ഇങ്ങോട്ട് കാണുന്നു എന്നൊരു ബോധം നമുക്കുണ്ടാകുന്ന അവസ്ഥ വരിക. അതെങ്കിലും ഉണ്ടാകുമ്പോഴാണ് നമ്മൾ ആത്മീയത ഉള്ളവരാകുക. അപ്പം നമ്മൾ നമ്മളെ തന്നെ ഈ 2 അവസ്ഥ വെച്ച് പരിശോധിച്ചാൽ നമ്മൾ നിസ്കരിക്കുന്നുണ്ട്, ഈമാൻ ഉണ്ട് എന്ന് പറയുന്നുണ്ട്, എങ്കിലും പടച്ചോൻ കാണുന്നുണ്ട് എന്ന ഒരു പേടി നമ്മളെ കൽബിലുണ്ടായിട്ട് ഒരു നന്മ ചെയ്യാനോ ഒരു തിന്മയിൽ നിന്ന് മാറി നിൽക്കാനോ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ അതാണ് നമ്മൾ ആത്മീയത, ഇഹ്സാൻ, അഖ്ലാഖ് എന്നെല്ലാം പറഞ്ഞതിൻ്റെ ഏറ്റവും ഉന്നതമായ പദവി എന്ന് പറയുന്നത്.
അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതാണ്, വഅമ്മാ മൻ ഖാഫ മഖാമ റബ്ബിഹി വനഹൻ നഫ്സ അനിൽ ഹവാ ഫഇന്നൽ ജന്നത ഹിയൽ മഅവാ. വഅമ്മാ മൻ ഖാഫ മഖാമ റബ്ബിഹി, തൻ്റെ റബ്ബിൻ്റെ മുന്നിൽ നിൽക്കേണ്ടവനാണല്ലോ എന്ന പേടിയുള്ള ഒരാൾ, അതല്ലെങ്കിൽ തൻ്റെ റബ്ബിൻ്റെ സ്ഥാനത്തെയും മഹത്വത്തെയും ഉൾക്കൊണ്ട മനുഷ്യൻ, വനഹൻ നഫ്സ അനിൽ ഹവാ, ആ ഭയത്തിൽ നിന്ന്, അള്ളാഹുവിനോടുള്ള ബഹുമാനത്തിൽ നിന്ന് എല്ലാ ദേഹിച്ചകളെ തൊട്ടും അവൻ്റെ ശരീരത്തെ അവൻ തടയുകയും ചെയ്താൽ ഫഇന്നൽ ജന്നത ഹിയൽ മഅവാ, അവനുള്ളതാണ് സ്വർഗം. അപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആലയെ പേടിച്ച് അവൻ്റെ മുന്നിൽ നിന്ന് മറുപടി പറയണമല്ലോ, അല്ലെങ്കിൽ അവൻ്റെ മഹത്വം, അവൻ്റെ ഇളമത്ത്, അവൻ ആരാണ്, ഈ ലോകത്തിൻ്റെ മുഴുവനും ഉടയതമ്പുരാനാണ് എന്ന ബോധ്യത്തിൽ നിന്ന് മനസ്സിൽ രൂപം കൊള്ളുന്ന ആ പേടിയും ഒപ്പം പ്രതീക്ഷയും, ഖൗഫും ത്വമഉം, ഇത് രണ്ടും ചേരുമ്പോൾ ഉണ്ടാകുന്ന ഒരവസ്ഥയാണ് ആത്മീയത. ആ അവസ്ഥ ഉള്ള ആളുകൾക്ക് സൽക്കർമ്മങ്ങൾ ചെയ്യുമ്പോൾ പടച്ചവൻ കാണുന്നു എന്ന നിലക്ക് എല്ലാ ഗുണമേന്മയോടുകൂടെയും ചെയ്യാൻ അവർക്ക് സാധിക്കുന്നു. തെറ്റുകുറ്റങ്ങൾക്ക് അവസരം കിട്ടുമ്പോൾ അള്ളാഹു കാണുന്നുണ്ടല്ലോ എന്ന് പേടിച്ച് അതിൽ നിന്ന് പിന്മാറാൻ അവർക്ക് പ്രചോദനമുണ്ടാകുന്നു. ഇങ്ങനെ മനുഷ്യനിൽ നന്മയും തിന്മയും ഒക്കെ വരുമ്പോൾ പടച്ചവനെ പേടിച്ച് അവൻ്റെ പൊരുത്തം മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് അതിനെ നിയന്ത്രിക്കാൻ നമുക്ക് എന്ന് സാധിക്കുന്നുവോ അന്നാണ് നമുക്ക് ഇഖ്ലാസ്, നമുക്ക് ഇഹ്സാൻ എന്ന് പറയുന്ന ആത്മീയ ഭാവം ഉണ്ടായിത്തീരുന്നത്. അള്ളാഹു ആ നിലക്കുള്ള ഈമാനുള്ളവരിൽ നമ്മളെ പെടുത്തി തരുമാറാകട്ടെ. സയ്യിദുനാ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഭരണം നടത്തുന്ന കാലത്ത് മഹാനവറുകൾ ഇമാമത്ത് നിന്ന് സലാം വീട്ടിയാൽ വലതു ഭാഗത്തൊരു ചെറുപ്പക്കാരനെ കാണും. എല്ലാ വഖത്തിനും ആ ചെറുപ്പക്കാരൻ വലത്തു ഭാഗത്തുണ്ടാവും. ഒരു ദിവസം മഹാനവറുകൾ നിസ്കരിച്ചിരുന്ന് നോക്കുമ്പോൾ അദ്ദേഹത്തെ കാണുന്നില്ല. അപ്പൊ സ്വഹാബത്തിനോട് ചോദിച്ചു, അവൻ എന്തേ? അപ്പോഴാണ് അവരാ വിവരം വിശദീകരിച്ചു കൊടുക്കുന്നത്. എന്നും പള്ളിയിൽ വരുന്നത് പോലെ ആ ചെറുപ്പക്കാരൻ പള്ളിയിലേക്ക് പുറപ്പെട്ടപ്പോൾ സുമുഖനായ ആ ചെറുപ്പക്കാരനെ വല്ലാതെ കൊതിച്ച ഒരു യുവതി അദ്ദേഹം പള്ളിയിലേക്ക് വരുന്ന വഴിക്ക് താമസിക്കാറുണ്ട്. അവൾ പലപ്പോഴും അവനെ വശീകരിക്കാൻ ശ്രമിച്ചെങ്കിലും അതിനൊന്നും അവൻ വശംവദനായില്ല. കഴിഞ്ഞ ദിവസം പള്ളിയിലേക്ക് വരുമ്പം ഇവന്റെ മുമ്പിലേക്ക് പ്രത്യേക അലങ്കാരങ്ങളൊക്കെ എടുത്തണിഞ്ഞ് കൊഞ്ചിക്കുഴഞ്ഞ് ഇവൾ പ്രത്യക്ഷപ്പെട്ടു. അങ്ങനെ അവനെ വളരെ വശീകരിച്ച് വീട്ടിലേക്ക് ക്ഷണിച്ചു. ആ ചെറുപ്പക്കാരൻ ആ പെൺകുട്ടിയുടെ വീട്ടിലേക്ക് നടന്നുപോയി. വീടിൻ്റെ ഉമ്മറത്തെത്തിയപ്പോൾ അദ്ദേഹത്തിനതാ ഒരു ബോധം വരികയാണ്. പരിശുദ്ധ ഖുർആനിലെ ഒരായത്ത് അദ്ദേഹത്തിന് ഓർമ്മ വന്നു. ഇന്നല്ലദീന തഖൗ ഇദാ മസ്സഹും ത്വായിഫും മിനശ്ശൈത്വാനി തദക്കറൂ ഫഇദാഹും മുബ്സിറൂൻ. അല്ലാഹുവിനെ യഥാവിധി ഭയന്ന് ജീവിക്കുന്ന ആളുകൾ വല്ല പിശാചും ഒരു തിന്മയിലേക്ക് അവരെ കൂട്ടിക്കൊണ്ടുപോകുകയാണെങ്കിൽ അവർ ബോധമുദിക്കുകയും ആ തിന്മയിൽ നിന്ന് പിന്തിരിയുകയും ചെയ്യുന്നതാണ്. ഈ ആയത്ത് മനസ്സിലേക്ക് ഓർമ്മ വന്ന പാട് ആ കൂട്ടുകാരൻ ആലോചിച്ചു പോയി, പടച്ചവനെ, ഞാനൊരു വ്യഭിചാരം ചെയ്തിട്ടില്ലെങ്കിലും ഇത്രയും കാലടി ഞാൻ നടന്നത് തെറ്റായ ഒരു കാര്യം മനസ്സിൽ ലക്ഷ്യം വെച്ചുകൊണ്ടല്ലേ, ഞാൻ എങ്ങനെ നിന്റെ മുമ്പിൽ വരും? ഇത് പേടിച്ച് അവിടെ ബോധം കിട്ടുപോയി. പെൺകുട്ടിയാകെ ഭയന്നു. അവള് ചെറുപ്പക്കാരൻ്റെ വീട്ടിൽ ചെന്ന് വിവരം പറഞ്ഞു, നിങ്ങളെ മോൻ എൻ്റെ വീട്ടുമുറ്റത്ത് വീണ് കിടക്കുന്നുണ്ട്. പരക്കാര് വന്നു, മുഖത്ത് വെള്ളം തെളിച്ചു, ബോധമുണ്ടായി. അപ്പം ആ ചെറുപ്പക്കാരനോട് ചോദിച്ചു, എങ്ങനെ നീ ഇവിടെത്തി, എന്താ സംഭവം? ഉള്ളതുപോലെ എല്ലാം അവൻ തുറന്നു പറഞ്ഞു. ഒന്നുകൂടി ചോദിച്ചു, ഏത് ആയത്താ നിനക്ക് ഓർമ്മ വന്നത്? അപ്പോൾ ഈ ആയത്ത് വീണ്ടും മോദി കേൾപ്പിച്ചു. രണ്ടാമതും ബോധം കെട്ടു. പിന്നെ ആ ചെറുപ്പക്കാരൻ്റെ ബോധം തെളിഞ്ഞില്ല. അദ്ദേഹം ഈ ദുനിയാവിനോട് വിട പറഞ്ഞു.
അങ്ങനെ ഞങ്ങൾ അദ്ദേഹത്തെ കഴിഞ്ഞ ദിവസം ജന്നത്തുൽ ബഖയിൽ കൊണ്ടുപോയി മറമാടി മരിച്ചുപോയി. ആ ചെറുപ്പക്കാരൻ മഹാനായ ഖലീഫ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു വല്ലാത്ത സങ്കടമായി. മഹാൻ ചോദിച്ചു, അഫലാ കുന്തും ആദൻതുമുനി, നിങ്ങൾക്ക് എന്തേ ഈ വിവരം ഒന്ന് എന്നോട് പറഞ്ഞൂടായിരുന്നു? അപ്പം പറഞ്ഞു, നിങ്ങൾ വലിയ തിരക്കിലായതുകൊണ്ട്, ഭരണാധികാരിയല്ലേ, ഞങ്ങൾ അത് കൈകാര്യം ചെയ്തതാണ്. മഹാൻ പറഞ്ഞു, ദുല്ലൂനി അലാ ഖബരി, അയാളെ ഖബർ എനിക്കൊന്ന് കാണിച്ചു തരണം. അങ്ങനെ സ്വഹാബത്തിന്റെ കൂടെ ജന്നത്തുൽ ബഖയിൽ ആ ചെറുപ്പക്കാരന്റെ മഖ്ബറയുടെ സമീപത്ത് എന്ന് സലാം പറഞ്ഞ് മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു അവിടെ വെച്ച് ഓതുകയാണ്, വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നത്താൻ. പടച്ചവന്റെ മഹത്വം ഉൾക്കൊണ്ട, അവന്റെ മുന്നിൽ നിന്ന് ഉത്തരം പറയേണ്ടി വരുമെന്ന് ബോധമുള്ള ആളുകൾക്ക് 2 സ്വർഗം അല്ലാഹു തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഈ ചെറുപ്പക്കാരനെ സന്തോഷ വാർത്ത എന്ന നിലക്ക് മഹാനവറുകൾ അവിടുന്ന് വിളിച്ചു പറഞ്ഞപ്പോൾ, ആയത്തോതി കേൾപ്പിച്ചപ്പോൾ കറാമത്ത് കൊണ്ട് ആ ഖബറിൽ നിന്ന് പ്രതികരണം സ്വഹാബത്ത് കേൾക്കുകയാണ്, ബലാ ഖദ് ആതാനിഹി മാ റബ്ബി, സത്യമാണ്, ആ 2 സ്വർഗവും അല്ലാഹു എനിക്ക് തന്നു കഴിഞ്ഞു. സഹോദരങ്ങളെ, ഇതാണ് യഥാർത്ഥ ആത്മീയത എന്ന് പറയുന്നത്. പടച്ചോനെ പേടി തോന്നണം. അല്ലാഹു കാണുന്നുണ്ടല്ലോ എന്ന് കരുതി ഒരു ഹറാമിൽ നിന്ന് നമുക്ക് വിട്ടു നിൽക്കാൻ കഴിയണം. പടച്ചവൻ കൽപ്പിച്ചതാണല്ലോ എന്ന് കരുതി ഒരു ഇബാദത്ത് ചെയ്യാൻ നമുക്ക് സാധിക്കണം. വേറെ ഐഹികമായ വേറെ ഒരൊറ്റ താല്പര്യം അവിടെ ഉണ്ടാകാൻ പാടില്ല. അങ്ങനത്തെ ഒരവസ്ഥ വരുന്നതാണ് ആത്മീയത. ആ ആത്മീയത ഉണ്ടായാൽ അതിന് ചില ലക്ഷണങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ഹയാ എന്ന് പറഞ്ഞ സാധനമാണ്, ലജ്ജ. അത് ആത്മീയതയുടെ ഒരടയാളമാണ്. മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി സയ്യിദന അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഇസ്തഹ്യൂ മിനല്ലാഹി ഹഖൽ ഹയാ. നമ്മൾ മനുഷ്യന്മാരോടുള്ള നാണം മാത്രമല്ല, അത് ഈമാന്റെ ഒരു ഭാഗമാണ്. അൽ ഹയാഉ ശുഅബത്തും മിനൽ ഈമാൻ. നാണം എന്ന് പറയുന്നത് വിശ്വാസത്തിന്റെ ഭാഗമാണ് എന്ന് ഹദീസ് കാണാം. ഈ നാണമില്ലാതെ സംസാരിക്കുക, പെരുമാറുക, ഇത് ഈമാൻ ഇല്ലാത്തതിൻ്റെ ഒരു അടയാളം, ജനങ്ങളോട് തന്നെ. എന്നാൽ ജനങ്ങളോട് മാത്രമല്ല, അള്ളാഹുവോട് അർഹമായ വിധത്തിൽ നിങ്ങൾ നാണിക്കണം എന്ന് നബി തങ്ങൾ പറഞ്ഞപ്പം, ഖുൽനാ യാ റസൂലല്ലാഹ് ഇന്നാ നസ്തഹി വൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്, ഞങ്ങളൊക്കെ നാണിക്കുന്നവരുണ്ട്, അള്ളാഹിനോട് ലജ്ജ കാണിക്കുന്നവരാണ് എന്ന് പറഞ്ഞു. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, ലൈസദാക, നിങ്ങൾ ആ പറഞ്ഞ എന്ന ലജ്ജല്ല. ശരിയായ നാണം എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? വലാക്കിന്നൽ ഇസ്തിഹിയാ മിനല്ലാഹി ഹഖൽ ഹയാ, പടച്ചവനോട് മുറപ്രകാരം നാണം പ്രകടിപ്പിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങളെ തലയെയും ആ തല ഉൾക്കൊണ്ട അവയവങ്ങളെയും സൂക്ഷിക്കണം. തല ഉൾക്കൊണ്ട ഏതാ? 2 കണ്ണ്, 2 കാത്, നാവ്, ചുണ്ട്, നമ്മളെ ചിന്ത, ഇതിനെല്ലാം നിയന്ത്രിക്കണം. ഇതൊക്കെ പടച്ചോൻ ഇഷ്ടപ്പെടാത്തത് ആലോചിക്കാതിരിക്കാൻ പറ്റണം. അള്ളാഹു പൊരുത്തപ്പെടാത്തത് നോക്കാതിരിക്കാൻ കഴിയണം. പടച്ചോൻ എന്താ കാണുന്നു, ഞാൻ ഈ ഹറാമ് നോക്കുന്നത് അള്ളാഹ് കാണുന്നുണ്ടല്ലോ, നാണം തോന്നണം. ഹറാമ് കേൾക്കുമ്പോൾ ഇത് പടച്ചവന്റെ ദൃഷ്ടിയിൽ പെടുന്നുണ്ടല്ലോ. ഇന്ന റബ്ബക ലബിൽ മിർസാദ്, നീ അറിയാതെ നിന്നെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് നിന്റെ റബ്ബ്. യഅലമു ഖായിനത്തൽ അയുനി വമാ തുഖ്ഫിസ് സുദൂർ, നാം കണ്ണുകൾ കൊണ്ട് നോക്കുന്ന കട്ടുനോട്ടങ്ങൾ മുതൽ മനസ്സിൽ വിചാരപ്പെടുന്നത് വരെ അള്ളാഹു സവിസ്തരം അറിയുന്നുണ്ടല്ലോ. ഈ ബോധത്തിൽ നിന്ന് തലയും അത് ഉൾക്കൊണ്ട അവയവങ്ങളെയും നീ സൂക്ഷിക്കണം. അവിടെയാണ് അള്ളാഹുവിനോട് ലജ്ജ ഉണ്ടാകുക. അതുപോലെ വൽ ബത്ന വമാ ഹവാ, നിന്റെ വയറും അതിൻ്റെ പരിസരവുമുള്ള അവയവങ്ങളെയും. നിങ്ങൾ അശ്ലീല അങ്ങനെ പറയില്ല. അതുകൊണ്ട് ചിലതൊക്കെ സൂചന പറഞ്ഞ വയറും അതിൻ്റെ പരിസരം എന്ന് പറയുമ്പോൾ എല്ലാം വന്നല്ലോ. അപ്പൊ തിന്നണതും അതുപോലെ നിന്റെ വികാര വിചാരങ്ങളെ നീ ഉപയോഗിക്കുന്നതും ഒക്കെ അള്ളാനെ പേടിച്ച് നാണത്തോടുകൂടെ കൈകാര്യം ചെയ്യണം.
അതോടൊപ്പം വൽ തദുക്കുരിൽ മൗത വൽ ബലാ, മരണത്തെ സംബന്ധിച്ചും നീ മണ്ണിൽ നുരുമ്പിപ്പോകുന്നതിനെ കുറിച്ചും നീ ആലോചിക്കണം. ഇപ്പം നീ അതാ നല്ല ചുറുചുറുക്കുള്ളവനാണ്, നല്ല തിളങ്ങുന്ന മുഖമുണ്ട്, ഇടക്കിടക്ക് നീ തന്നെ കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് അഭിമാനം കൊള്ളുന്നു, വലിയ ഉഷാറ് തോന്നുമ്പോൾ ഒരു ഫോട്ടോ എടുത്തിട്ട് ഞാനാണിത് എന്ന് പറഞ്ഞ് നീ വിട്ടുകൊടുക്കുന്നു. എന്നാൽ ഇന്നല്ലെങ്കിൽ നാളെ പുഴുക്കൾ തിന്നു തീർക്കുന്ന മണ്ണായിത്തീരുന്ന ജഡമാണ് എൻ്റേത് എന്നതിനെക്കുറിച്ച് നീ ഇടക്കിടക്ക് ചിന്തിക്കുകയും ചെയ്യണം. അങ്ങനെ ഒരവസ്ഥ നിനക്കുണ്ടോ? ഉണ്ടെങ്കിൽ അവനാണ് അള്ളാഹുവിനോട് നാണം കാണിക്കുന്നവൻ. അപ്പൊ പടച്ചോനെ പേടിച്ചിട്ട് അള്ളാഹു കാണുമല്ലോ എന്ന വിഷയത്തിൽ ഒരു നാണം. നമുക്ക് മനുഷ്യന്മാർ കാണുമല്ലോ എന്നുള്ളത് കുറച്ചൊക്കെ ഉണ്ടായിട്ടുണ്ട്, അതില്ലാത്ത ചില ആൾക്കാരുണ്ട്. നബിതങ്ങൾ പറഞ്ഞു, ഒരാൾക്ക് ലജ്ജ അല്ലെങ്കിൽ ഇതാലം തസ്തഹി ഫസ്ന മാഷിത്താന്ന, നമുക്ക് നാണല്ലേ പിന്നെ ഇത് തോന്നിയ പോലെ ചെയ്തോന്നാ. പിന്നെ അവനെ പറഞ്ഞിട്ട് കാര്യമില്ല, നാണല്ലാത്തവന് ഇവന് എന്തു ആവും. മനുഷ്യന്മാരോട് മാത്രം നാണുണ്ടായ പോരാ, അള്ളാഹുവിനോട് നാണമുണ്ടാകുക, ലജ്ജ തോന്നുക, പടച്ചോൻ കണ്ടാൽ എന്താ വിചാരിക്കുക എന്നൊരവസ്ഥ ഉണ്ടായാൽ അത് നമ്മളിൽ ഇഖ്ലാസ്, നമ്മളിൽ ഇഹ്സാനുള്ളതിൻ്റെ ആത്മീയത ഉള്ളതിൻ്റെ ഒരടയാളം. രണ്ടാമത്തെ അടയാളം എന്താണ്? ഇഖ്ലാസാണ്. നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ മുഴുവനും അള്ളാഹുവിൻ്റെ പൊരുത്തം എന്ന ലക്ഷ്യത്തിന് വേണ്ടി മാത്രം, അതിലേക്ക് വേറൊന്നും കൂടാതിരിക്കാന്ന്. അഖ്ലസ യുഖ്ലിസു ഇഖ്ലാസ് എന്ന പദത്തിന്റെ അർത്ഥം എന്താ? കളങ്കമില്ലാതെയാക്കുക. വേറെ ഒരു കളങ്കമില്ല, പടച്ചോന്റെ തൃപ്തി മാത്രം. വമാ ഉമിറു ഇല്ലാ ലിയഅ്ബുദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ. മതാചരണത്തെ പരിപൂർണമായും അള്ളാഹുവിന് വേണ്ടി മാത്രം സമർപ്പിക്കാനല്ലാതെ അവരോട് കൽപ്പിക്കപ്പെട്ടിട്ടില്ല. വേറെ ഒരു താല്പര്യവും ഒരു ഇബാദത്തിലും ഉണ്ടാകരുത്. മഹാനായ മഖ്ദൂം തങ്ങൾ നമ്മളോട് പറഞ്ഞു, അഖ്ലിസ് വദാ അല്ലാ തുരീദ ബിത്വഅത്തിൻ ഇല്ല തഖർറുബ മിൻ ഇലാഹിക ദിൽ കിലാ. എന്താണ് ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ? അല്ലാ തുരീദ ബിത്വഅത്തിൻ, ഒരു ഇബാദത്ത് കൊണ്ട് നീ ഉദ്ദേശിക്കാതിരിക്കലാണ്. ഇല്ല തഖർറുബ മിൻ ഇലാഹിക, നിന്റെ ആരാധ്യനായ അള്ളാഹുവിനോട് അടുക്കലല്ലാതെ. ദിൽ കിലാ, സംരക്ഷകനായ. അപ്പൊ നമ്മുടെ സംരക്ഷകനായ അള്ളാഹുവോട് ആത്മീയമായി അടുക്കുക എന്ന ഒരു ലക്ഷ്യം മാത്രമേ ഇബാദത്ത് ചെയ്യുമ്പോൾ നമുക്ക് ഉണ്ടാകാൻ പറ്റും. വേറെ ആരെങ്കിലും കാണട്ടെ, കേൾക്കട്ടെ, അത് കണ്ടിട്ട് എന്നെ അംഗീകരിക്കട്ടെ, എൻ്റെ നേതൃത്വം അംഗീകരിക്കട്ടെ, ഇങ്ങനെ ഒന്നും ഒരു ചിന്ത അതിലേക്ക് കലരാൻ പാടില്ല. മാത്രമല്ല ലാ തഖ്സിദം മഅഹു അലാ ഗറളിദ് ദുനാ കസനാഇഹിം ഔ നഹ്വി ദാലിക് ദാക തവസ്സുലാ. ഈ ഇഖ്ലാസിന്റെ കൂടെ നീ വേറെ ഭൗതികമായ ഒന്നും ആഗ്രഹിക്കരുത്. ജനങ്ങൾ നിന്നെ പുകഴ്ത്തൽ, ഓനൊരു ആബിദായ മനുഷ്യനാണ്, ഒരു നല്ല ദീനീ സേവകനാണ് എന്നിങ്ങനെ ആളുകൾ പുകഴ്ത്തുക തുടങ്ങിയ ഒന്നും നമ്മളെ കൽബിലേക്ക് വരരുത്. ഇമാമത്ത് നിൽക്കുന്ന സമയം ഞാൻ നല്ലൊരു ഓത്തുകാരനാണ്, പ്രസംഗിക്കുന്ന നേരത്ത് ഞാൻ നല്ലൊരു പ്രഭാഷകനാണ്, എഴുതുന്ന സമയത്ത് ഞാൻ നല്ലൊരു എഴുത്തുകാരനാണ്, ഇതൊക്കെ ജനങ്ങൾ മദ്ഹ് ചെയ്യട്ടെ എന്ന് ആഗ്രഹിച്ചു പോയാൽ ആ ഇബാദത്ത് അള്ളാഹു സ്വീകരിക്കൂല. അതുകൊണ്ട് തന്നെ വഹദർ റിയാഅൻ മുഹബ്ബിത്തൻ ലിഇബാദത്തിൻ വൻളുർ ഇലാ നളിരിൽ അലീമി ഫതക്മുലാ. ഇബാദത്തുകളെ ബാത്തിലാക്കി കളയുന്ന ലോകമാന്യത്തെ നീ സൂക്ഷിച്ചോ. ജനങ്ങൾ കാണട്ടെ എന്ന ചിന്തയാണ് ലോകമാന്യം, അത് വരുന്നത് നീ സൂക്ഷിക്കണം. വൻളുർ ഇലാ നളിരിൽ അലീമി ഫതക്മുലാ. എല്ലാം അറിയുന്ന അള്ളാഹു നോക്കുന്നുണ്ട് എന്ന കാര്യത്തെ നീ ചിന്തിച്ചോ. അപ്പോഴാണ് നിന്റെ അമലുകൾ സമ്പൂർണമാകുന്നത്. അപ്പൊ അള്ളാഹു മാത്രം കാണുന്നു, അതിനെ മാത്രം മൈൻഡ് ചെയ്യാം. മഹാനായ മഖ്ദൂം തങ്ങൾ പിന്നെ പറയുന്നുണ്ട്, ജനങ്ങളെ ഒരു ഒട്ടകം പോലെ കണ്ടാൽ മതി. ആൾക്കാരൊക്കെ മുന്നിൽ ഇങ്ങനെ ഉണ്ടെങ്കിലേ നമ്മൾ എന്ത് ചെയ്യുക? അത് ഒട്ടകങ്ങളൊക്കെ നിൽക്കണ മാതിരി. ഒട്ടകം ഇപ്പം നമ്മളെ നിസ്കാരം എങ്ങനെയൊന്നും നോക്കൂലല്ലോ എന്ന മാതിരി ആൾക്കാർ അതൊന്നും മൈൻഡ് ചെയ്യരുത് എന്നാ. നമ്മളുമായിട്ട് ഇങ്ങനെ എടുക്കും.
ആളുണ്ട് എന്ന് വിചാരിച്ച് കുറച്ച് നീട്ടി നിസ്കരിക്കുക, ആളില്ല എന്ന് വിചാരിച്ച് കുറച്ച് നിസ്കരിക്കുക. സാധാരണ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കണം, ആളുള്ളോടത്തുനിന്ന് 4 നിസ്കരിക്കുക. അതാ ആ 2 ഒൽക്ക, അള്ളാഹ്ക്കല്ല. അപ്പൊ നമ്മൾ ആള് കാണുന്നുണ്ടോ കേൾക്കുന്നുണ്ടോ ഇതൊന്നും ശ്രദ്ധിക്കാതെ പടച്ച റബ്ബിന് വേണ്ടി മാത്രം ചെയ്യാനുള്ള മനസ്സുണ്ടോ, അത് ഉണ്ടെങ്കിൽ നമുക്ക് ഊഹിക്കാം ഞമ്മക്കും കുറച്ചൊക്കെ ഈ ഇഹ്സാനുണ്ട്, ആത്മീയത ഉണ്ട് എന്ന്. ഇനി 3ാമത്തെ അടയാളം, ആത്മീയതയുള്ളവർക്ക് അദബ് ഉണ്ടാകുമെന്നതാണ്. അതാണ് ആത്മീയതയുടെ ആണിക്കല്ലെന്ന് പറയുന്നത്. ഇന്ന തസവ്വുഫ കുല്ലഹു ലഹുവൽ അദബ് ഫമിനൽ അവാരിഫി ഫത്ലുബൻ ഹുവ ആവിലാ. മഹാനായ മഖ്ദൂം തങ്ങൾ തന്നെ പറയുന്നത് കാണാം. ഇന്ന തസവ്വുഫ കുല്ല, ആത്മീയത എന്ന് പറഞ്ഞാൽ അത് മുഴുവനും ലഹുവൽ അദബ്, അത് മര്യാദയാണ്, ആദാബുകൾ പാലിക്കലാണ്. ഫമിനൽ അവാരിഫി ഫത്ലുബൻ ഹുവ ആവിലാ. മഹാനായ ഇമാം സുഹ്റവർദി റളിയല്ലാഹു അൻഹുവിന്റെ അവാരിഫുൽ മആരിഫ് എന്ന കിതാബിൽ നിന്ന് ആ ആദാബുകളെ നീ മനസ്സിലാക്കിക്കോ എന്നൊരു മാർഗനിർദ്ദേശവും കൂടി മഹാനായ മഖ്ദൂം തങ്ങൾ തരുന്നുണ്ട്. ജീവിതത്തിൽ നമ്മൾ പാലിക്കേണ്ട അദബുകൾ പാലിക്കലാണ് യഥാർത്ഥത്തിൽ തസവ്വുഫ്, ആത്മീയതയുടെ അടയാളാണ്. ഒരാൾക്ക് ശരിയായ ആത്മീയത ഉണ്ടെങ്കിൽ അയാൾ അദബുള്ള മനുഷ്യനാകുമെന്നാണ്. ഇമാം അബൂ ഹഫ്സുൻ നൈസാബൂരി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത് കാണാം. അത്തസവ്വുഫു കുല്ലുഹു ആദാബ്. തസവ്വുഫ് എന്ന് പറഞ്ഞാൽ അത് മുഴുവനും മര്യാദയാണ്. ലികുല്ലി വഖത്തിൻ ആദാബ്, ഓരോ സമയത്തിനും ഓരോ അദബുകൾ, ഓരോരോ സമയത്തിന് അദബുണ്ട്, അത് നമ്മൾ പാലിക്കണം. ഉദാഹരണത്തിന് വെള്ളിയാഴ്ച വലിയ ആദരവുള്ള ഒരു ദിവസമാണ്. പ്രത്യേകിച്ച് വെള്ളിയാഴ്ച ജുമായുടെ സമയം എടുക്കണ നേരത്ത് അതുമായി മാത്രം ശുവലാകേണ്ട സമയം. അൽക്കഹോദി സ്വലാത്ത് ചൊല്ലി ദിക്ർ ചൊല്ലി പള്ളിയിലെത്തി ഇരിക്കേണ്ട നേരം. ആ സമയത്തിൻ്റെ ഹുർമത്ത് നമ്മൾ മാനിക്കണം. നമ്മളിന്ന് പള്ളിയിൽ പോകുന്നത് തന്നെ ബാങ്ക് കൊടുത്ത് ഖുതുബ തുടങ്ങിയതിന് ശേഷം. മാത്രമല്ല നമ്മൾ എന്ത് ചെയ്യും, പുരയിലിരുന്നിട്ടോ വേറെ എവിടെങ്കിലും ഇരുന്നിട്ടോ ഒക്കെ ആ സമയത്ത് ചാറ്റിങ് നടത്തുന്നുണ്ടാവും. ഗ്രൂപ്പിലൊക്കെ പലതും നമ്മളിങ്ങനെ വിടുന്നുണ്ടാകും നേരത്തെ. അപ്പോൾ ഗ്രൂപ്പിലുള്ള ആൾക്കാർ വിചാരിക്കും ഇയാളിപ്പോഴും ഗ്രൂപ്പ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇയാൾ പള്ളിയിലൊന്നും എത്തിയിട്ടില്ല, സ്വലാത്തില്ലണില്ല, അൽക്കഫ് പോകുന്നില്ല. ആ സമയത്തിൻ്റെ ഹുർമത്ത് നമ്മൾ മാനിക്കണം. നമ്മളിപ്പോൾ പള്ളിയിൽ എത്തിയില്ലെങ്കിൽ പോലും ആ സമയത്ത് മറ്റുള്ളവരെ മുമ്പിൽ ഞാനിതാ ഇങ്ങനത്തെ ശുവലിലാണ്, ഭൗതികമായ കാര്യങ്ങളിലാണ് എന്ന് തോന്നിക്കുന്ന ഏർപ്പാട് നമ്മൾ സൂക്ഷിക്കണം. നോമ്പ് കാലത്ത് നോമ്പ് നിർബന്ധമില്ലാത്ത ആളുകളുണ്ടാവും എന്ന് കരുതി ഞാൻ യാത്രക്കാരനാന്ന് പറഞ്ഞ ഇവൻ പരസ്യമായിട്ട് ഇവിടെ ഹോട്ടലിൽ കയറി ചോറുന്ന തലകെട്ടും കെട്ടി തൊപ്പിയൊക്കെ ഇട്ട് താടിയൊക്കെ വെച്ചൊരു മുസ്ലിമാ മനുഷ്യൻ, അത് പാടില്ല. ഓന് ഞാൻ ഉണ്ടാവാം, ഞാൻ യാത്രക്കാരനെ അള്ളാഹ് അനുമതി എന്നാ ഖുർആനിൽ വിട്ടുവീഴ്ചയുള്ളതാന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അദബ് നമ്മൾ പാലിക്കണം. ഒരു സമയത്തിന് അദബുണ്ട്. വലി കുല്ലി ഹാലിൻ ആദാബ്, ഓരോ സന്ദർഭത്തിനും അതിൻ്റെതായ മര്യാദകൾ, അത് പാലിക്കണം. വലി കുല്ലി മഖാമിൻ ആദാബ്, ഓരോ സാഹചര്യത്തിനും അതിൻ്റെ അദബുണ്ട്. ഇപ്പൊ സന്ദർഭവും സാഹചര്യവും സമയവും ഒക്കെ വ്യത്യസ്തമായ നേരിയ വ്യത്യാസങ്ങളുണ്ടാകും. അതുകൊണ്ട് തന്നെ ഫമൻ ലസിമൽ അദബ ബലഗ മബ്ലഅർ റിജാൽ, അദബ് ജീവിതത്തിൽ പാലിച്ചാൽ അവനാണ് ആത്മീയ പുരുഷന്മാരുടെ പദവിയിലേക്ക് ഉയർന്നു പോവുക. ജീവിതത്തിൽ നമ്മൾ അദബ് പാലിക്കേണ്ടത് പലരോടും പല സന്ദർഭങ്ങളിലും വ്യത്യസ്ത രീതിയിലാണ്. അതിലേറ്റവും അധികം നമ്മൾ അദബ് പാലിക്കേണ്ടത് നമ്മുടെ റബ്ബായ അല്ലാഹു സുബ്ഹാനഹു വ തആലയോടാണ്. പടച്ചവനോട് നമുക്ക് ഒരുപാട് അദബുണ്ട്. ആ അദബിൽപ്പെട്ടതാണ് അള്ളാഹുവിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ അതിൻ്റെ മര്യാദ പാലിക്കുക എന്നത്. ഇപ്പം നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ അള്ളാഹു ഖുർആനിൽ പറഞ്ഞെന്താ, ഖുദൂ സീനത്തക്കും ഇൻദ കുല്ലി മസ്ജിദ്, നിങ്ങളുടെ എല്ലാ നിസ്കാര സന്ദർഭങ്ങളിലും നിസ്കാര സ്ഥലത്തും നിങ്ങൾ അലങ്കാരമെടുത്തണിയുക എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല വസ്ത്രം, ഏറ്റവും നല്ല വൃത്തി, ഇതൊക്കെ പാലിച്ചുകൊണ്ടാണ് നമ്മൾ നിസ്കരിക്കാൻ നിൽക്കേണ്ടത്. ഇത് നമ്മൾ എത്രമാത്രം പാലിക്കലുണ്ട്? നമ്മൾ പള്ളിയിൽ പോവാണെങ്കിൽ നമ്മളൊക്കെ എന്താവും, നല്ല വസ്ത്രം ധരിച്ചു പോവാ. എന്താ കാരണം? മനുഷ്യന്മാർ കാണൂലേ അല്ലേ?
അതേ സമയത്ത് വീട്ടിൽ നിന്ന് നിസ്കരിക്കുകയാണെങ്കിലോ, വീട്ടിൽ നിന്ന് നിസ്കരിക്കുകയാണെമ്പോൾ നമ്മൾ ചിലപ്പോൾ കുപ്പായം തന്നെ ഇടൂല. ആ ഉടുക്കണ തുണിയോ വായക്കൊല വെട്ടാൻ പോകുമ്പോൾ ഉടുക്കണ ഒരു തുണി ഉണ്ടല്ലോ, ശ്രീലങ്കയോ ഓസ്ട്രേലിയൻ്റെയോ ഒക്കെ പടമുള്ള, അതുടുത്ത് നിസ്കരിക്കും. തലയും മറക്കൂല. അതിന് നമുക്ക് മറുപടി ഉണ്ട്. ഫത്തുൽമുയിലുണ്ടല്ലോ, പുരുഷന്റെ ഔറത്ത് മുട്ടുപൊക്കളുടെ ഇടയിലുള്ള സ്ഥലമാണ്. അതേ ഫത്തുൽമുയിലുള്ള നിസ്കാരത്തിന്റെ ആദാബ് വരണോടത്ത് എങ്ങനെയുള്ളത്? ഏറ്റവും നല്ല വസ്ത്രം ധരിക്കണം, തലപ്പാവ് ധരിക്കണം, കൈ ചുരുട്ടി വെക്കരുത്, ഇറക്കിയിടണം. ഇതൊക്കെ ഉണ്ട്. പൂർണ്ണ വസ്ത്രം ധരിച്ചാൽ നിസ്കരിക്കേണ്ടതെന്നാ. അതാണ് അദബ്. ആ അദബ് നമ്മൾ പാലിക്കേണ്ടത് അള്ളാഹുവിൻ്റെ മുമ്പിലാണ്. നമ്മൾ മനുഷ്യന്മാരുടെ മുമ്പിൽ റെഡിയാണ്. അള്ളാഹ് എന്തായാലും വേണ്ടിയില്ല എന്നുള്ള അവസ്ഥ വന്നാൽ അത് ആത്മീയതയുടെ കുറവ് കൊണ്ടാണ്. അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ. ഇതുപോലെ തന്നെയാണ് പടച്ചവനോടുള്ള അദബിൻ്റെ ഭാഗമാണ്. ദുആ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഇടയിൽ ദ്വാരന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഫോണ് വന്നു, നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? അപ്പോൾ ഫോൺ എടുക്കാൻ പാടില്ല. കാരണം അള്ളയായിട്ട് സംസാരിക്കാൻ, പടച്ചോനുമായിട്ട് സംസാരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് അത് പാതി വഴിയിലിട്ട് പടപ്പിനോട് സംസാരിക്കാൻ പോയാൽ അതിലും വലിയ മര്യാദക്കേട് വേറെന്താ? നിങ്ങൾ ആലോചിച്ച് നോക്കി. നമ്മളിപ്പോൾ ഒരു പോലീസ് സ്റ്റേഷനിൽ വിളിക്കപ്പെട്ടു, SI ഇങ്ങനെ നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഫോൺ എന്നാൽ നമ്മൾ എടുക്കുമോ? നമ്മൾ ഞാൻ കട്ടാക്കിയിട്ട് ഈ സംസാരം തുടരല്ലേ? ഈ ഫോൺ എടുത്ത അയാളോട് പെരടിക്കൊന്നും കിട്ടൂലേ? ഇത് കേൾക്കുക, അതിൻ്റെ ഇടയ്ക്ക് അത് കേൾക്കല്ലേ എന്ന് പറയും. പടച്ചോൻ ഇവിടുന്ന് നമ്മളെ തല്ലാത്തതുകൊണ്ട് നമ്മളത് മൈൻഡ് ചെയ്യണില്ല. അള്ളാഹുവായിട്ട് സംസാരിക്കുന്നതിനിടയ്ക്ക് വേറെ ഒരു പടപ്പിനോട് മിണ്ടരുത്. നമ്മളൊക്കെ സംഘാടകരാകലുണ്ട്, ദ്വാ മജ്ലിസ് സംഘടിപ്പിക്കും, തങ്ങളിങ്ങനെ ദ്വാരക്കാണ്. നമ്മൾ പൈസ ഉണ്ടല്ലോ മറ്റു കാര്യത്തിലൊക്കെ. പിന്നെ എങ്ങനെയാണ് ഇജാബത്ത് ഉണ്ടാകുക? ആ മജ്ലിസിന്റെ തന്നെ ഹുർമത്ത് ഉണ്ടാവണമെങ്കിൽ ആ ദുആന്റെ ഒക്കെ സമയത്ത് നമ്മളെല്ലാവരും അതിൽ ലയിച്ചു ചേരണം. വീട്ടിലതാ ഉമ്മ ഹജ്ജിന് പോകുന്നു, വാപ്പ ഉംറക്ക് പോകുന്നു, അല്ലെങ്കിൽ വാപ്പൻ്റെ ആണ്ടിൻ്റെ ദിവസമാണ്, അവിടെ തങ്ങന്മാർ വന്ന് ദുആ ചെയ്യുന്നു. ദുആ ഇങ്ങനെ നടക്കണേൻ്റെ ഇടയ്ക്ക് ഒരാൾ കയറി വന്നാൽ പൊരക്കാരനാകുന്ന നമ്മൾ എന്ത് ചെയ്യും? നമ്മളത് അടട്ട് നമ്മൾ ഓനെ പിടിച്ച് സ്വീകരിച്ച് ഓന് ചായയും കഞ്ഞി കൊടുത്ത് അവൾക്ക് വാഹൃതാവാനാന്നിട്ട് ദുആ ചെയ്ത് ഇതിന് നിൽക്കരുത്. നമ്മൾ ദുആ നടക്കുമ്പോൾ ഈ വരുന്ന ആൾക്ക് കണ്ണുണ്ട്, അയാൾ കാണുന്നുണ്ട് ഇവലൊക്കെ ദുആയിലാണ്. അതൊക്കെ കഴിഞ്ഞിട്ട് അയാൾക്ക് കയ്യൊടുക്കുക, കഞ്ഞി കൊടുക്കുക, ചായ കൊടുക്കുകയൊക്കെ ചെയ്യാം. ദുആന്റെ ഇടയിൽ എന്ത് ചെയ്യരുത്? അത് നിർത്തി വെച്ചിട്ട് പടപ്പുകളോട് സംസാരിക്കാൻ പോകരുത്. അത് അള്ളാഹിനോട് നമ്മൾ കാണിക്കുന്ന അദബുകേടാണ്. ഇത് നമ്മളെടുത്ത് വന്നു പോകണം. എന്തുകൊണ്ടാണ് അറിയാം? നമുക്ക് എന്തിൻ്റെ കുറവുണ്ട്? ആത്മീയതയുടെ കുറവുണ്ട്. അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ. അദബുകളാണ് ഏറ്റവും വലിയ ആത്മീയത എന്ന് പറയുന്നത് കൊണ്ടാണ്. ഇതുപോലെ നിങ്ങൾ നോക്കൂ, നമ്മൾ ബാങ്ക് കേൾക്കുന്ന സമയത്ത് അള്ളാഹുവിനോടുള്ള ആദരവ് നമ്മൾ പ്രകടിപ്പിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅ്ലാ, സമുന്നതനായ നിന്റെ രക്ഷിതാവിൻ്റെ നാമവിശുദ്ധിയെ നീ വാഴ്ത്തണം. അള്ളാഹുവിൻ്റെ പേരുകളുടെ പരിശുദ്ധി നമ്മൾ കാക്കണം. അതിൻ്റെ ഭാഗമാണ് ബാങ്ക് കേൾക്കുന്ന സമയത്ത് അതിനെ ശ്രദ്ധിച്ചു കേൾക്കണം എന്ന് പറഞ്ഞത്. അതോടൊപ്പം അതിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചത് ഏറ്റുപറയണം. ആ സമയത്ത് ഒരു ഫോൺ കോൾ വന്നാൽ അതെടുക്കരുത്. ഫോൺ ചെയ്തുകൊണ്ടിരിക്കെ ബാങ്ക് കേട്ടാൽ ഉടനെ പറയണം, ബാങ്ക് കൊടുക്കണ്ട കേട്ടോ, അത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് വിളിക്കാം. അങ്ങനെ പറഞ്ഞാൽ അയാൾക്കും കൂടി ഒരു ബോധം ഉണ്ടാവും. അങ്ങനെ ഒരു സംഗതി ഉണ്ടല്ലേ, നമ്മളതൊന്നും നോക്കലില്ല. ബാങ്ക് കൊടുക്കുമ്പം സംസാരിക്കാൻ പാടില്ല. അള്ളാഹിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, മൻ തകല്ലമ ഇൻദൽ അദാനി യതലജലജു ലിസാനുഹു ഇൻദൽ മൗത്ത്. ബാങ്ക് കൊടുക്കുന്ന സമയത്ത് ഭൗതിക സംസാരത്തിൽ ഏർപ്പെടുന്നവർക്ക് മരണം ഹാജരാകുന്ന നേരത്ത് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ചൊല്ലാൻ സാധിക്കുകയില്ല. അല്ലാഹു നമ്മളെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. ബാങ്കിന്റെ പ്രധാന പ്രമേയം ലാ ഇലാഹ ഇല്ലല്ലാ എന്നാ. അവസാനം ഒരിക്കലുകൂടി അത് പറഞ്ഞിട്ടാണ് നിർത്തുന്നത്. അത് ചൊല്ലിയാ നമുക്കൊക്കെ മരിക്കേണ്ടത്. അതിൻ്റെ അവസരം നിഷേധിക്കപ്പെടും ബാങ്ക് കൊടുക്കുമ്പോൾ നമ്മൾ ദുന്യവിയായ സംസാരത്തിൽ ഏർപ്പെട്ടാൽ. അപ്പം അള്ളാഹുവോട് നമ്മൾ കാണിക്കേണ്ട അദബപ്പെട്ടത്. അത് എവിടെയാണെങ്കിലും നമ്മൾ ഇജാബത്ത് ചെയ്യണം. നമ്മളൊക്കെ ഇജാബത്ത് ചെയ്യലുണ്ട്. എവിടുന്ന്? പള്ളീൻ്റെ ഉള്ളിലാണ് അല്ലേ? പള്ളീൻ്റെ ഉള്ളിലാണെങ്കിൽ നമ്മളൊക്കെ കേട്ട് ഇങ്ങനെ ഇജാബത്ത് ചെയ്തതിന് ശേഷം കൈയൊക്കെ പൊക്കി ദ്വാരന്ന് ചിലപ്പോൾ ഒരു ആയത്തിനെ കുറിച്ചൊക്കെ ഓതിക്കൊടുക്കും. എന്നാൽ അങ്ങാടിയിലിരിക്കുകയാണെങ്കിലോ, അങ്ങാടിയിലിരിക്കുകയാണെങ്കിൽ ചുണ്ടനക്കി ഇജാബത്ത് ചെയ്യണോല് വളരെ കുറവാണ്. ചുണ്ടനക്കിയാവൻ തോന്നുക മറ്റോ കണ്ടോ എന്തോ വിചാരിക്കുമോ. അപ്പം അങ്ങനെ ഉള്ളിലാണ് ഇജാബത്ത്.
ദ്വാരക്കാൻ ഏതായാലും ബസ് സ്റ്റോപ്പിൽ നിന്ന് കൈ നോക്കൂല. അപ്പോഴൊക്കെ നമ്മൾ ആരെ മറ്റോനെന്താ, നമ്മളെന്തിനു മറ്റോനെ നോക്കണേ? മറ്റോലൊന്നും അങ്ങനെ നോക്കണില്ലല്ലോ. നിങ്ങളുണ്ടല്ലേ നമ്മളിങ്ങനെ വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോൾ നമ്മളെ ഹൈന്ദവ സുഹൃത്തുക്കൾ അവരേതെങ്കിലും ആരാധനാലയത്തിൻ്റെ ഒരു സിഗ്നൽ കണ്ടാൽ മതി അല്ലേ, ഇതാ അപ്പുറത്തുണ്ട് എന്ന് കണ്ട ഓല അങ്ങോട്ട് കൈവക്കി ഒരു 3-4 സ്ഥലത്ത് ഇങ്ങനെ കയ്യോട്ട് കൊട്ട് മുത്തുന്നുണ്ടില്ല. ഓൽക്കൊന്നും അങ്ങനത്തെ ഒരു ബേജാറില്ല. നമ്മളിങ്ങനെ ബാങ്ക് കേട്ടിട്ട് അതിൻ്റെ ശേഷം ഒന്ന് കയ്യ പൊന്തിച്ച് ദ്വാരന്നു പോയാൽ ഇതെന്തോ ഒരു മാനക്കേടാന്ന് കരുതിയാൽ നമ്മളെ ദീനിൻ്റെ ശിആറിനെ നമ്മൾ ആദരിക്കുന്ന കാലത്തെ മറ്റുള്ളവരും അത് പരിഗണിക്കുകയുള്ളൂ. വമൻ യുഅള്ളിം ശആഇറല്ലാഹി ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്. അള്ളാഹുവിൻ്റെ ദീനിൻ്റെ അടയാളങ്ങൾ ആര് ബഹുമാനിക്കുന്നുവോ അത് അവനിൽ തഖ്വയുണ്ടെന്നതിൻ്റെ അടയാളമാണ്. ഒരാൾക്ക് ആത്മീയത ഉള്ളതിൻ്റെ അടയാളമാണ് ദീനിൻ്റെ ശിആറുകളോട് ആദരവുണ്ടാകുക. അപ്പം അതിനൊന്നും നമ്മൾ മടി കാണിക്കണ്ട. ആരും ഒന്നും വിചാരിക്കൂല. നമ്മൾ ബാങ്കിനെ ബഹുമാനിക്കുന്ന ആളാന്നേ വിചാരിക്കുള്ളൂ, അതിൻ്റെ അപ്പുറത്തൊന്നും വിചാരിക്കാനില്ല. അപ്പം അള്ളാഹുവിൻ്റെ പേരുകളോട് നമ്മൾ ആദരവും ബഹുമാനവും കാണിക്കുന്നത് അള്ളാഹുവിനോടുള്ള അദബിൻ്റെ ഭാഗമാണ്. അതുപോലെ തന്നെയാണ് അള്ളാഹുവിൻ്റെ നാമങ്ങൾ എഴുതിയ സാധനം നല്ല സ്ഥലത്തായിരിക്കണം അത് കൊണ്ടു നടക്കേണ്ടത്. കക്കൂസിലേക്ക് പോകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? ഇവിടുന്ന് മുസഹഫും വാങ്ങി അതുവരെ കക്കൂസ് പോകെ. മദ്രസ കുട്ടികളെ ബുക്ക് വാങ്ങി ആ കെട്ടുമായിട്ട് മൂത്രപ്പുരയെ കയറാൻ പാടില്ല. അത് അള്ളാഹുവിൻ്റെ നാമങ്ങളുള്ള മഹാന്മാരെ പേരുകളുള്ളതിൻ്റെ ഹുർമത്ത് മാനിക്കണം. അത് റബ്ബിനോട് കാണിക്കുന്ന അദബിൻ്റെ ഭാഗമാണ്. ഇതുപോലെ തന്നെയാണ് നമ്മളെ വാഹനങ്ങളുടെ പുറത്തൊക്കെ ചില ആളുകൾ ബർക്കത്തിന് വേണ്ടി തവക്കൽതു അലല്ലാ മാഷാ അല്ലാ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്നൊക്കെ എഴുതി വെക്കും. കാറിൻ്റെ ബാക്കിൽ, ഓട്ടോറിക്ഷൻ്റെ പുറത്ത്, ലോറിൻ്റെ തലപ്പുറത്ത്, അവിടെയൊക്കെയാണ് ഇത് എഴുതി വെക്കുക. എന്നാൽ അത് അദബുകേടായി മാറുന്ന നമ്മൾ ആലോചിക്കലില്ല. ഈ കാറിൻ്റെ ഒക്കെ പുറത്ത് നമ്മൾ അങ്ങനെ എഴുതി വെച്ചാൽ കാക്ക തൂറലി ചിലപ്പോൾ അയിമക്കായിരിക്കും അല്ലേ. മാവിൻ്റെ ഓടിയൊക്കെ നിർത്തിയിടുമ്പോൾ മാഷാ അല്ലമ്മൽ കൈക്കുത് വന്ന് വീഴുക. അപ്പം അതിൻ്റെ ഹുർമത്ത് മാനിക്കാൻ കഴിയില്ല. സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅ്ല എന്ന് അള്ളാഹ് കൽപ്പിച്ചത്. അള്ളാഹുവിൻ്റെ വിശുദ്ധ നാമങ്ങളുടെ വിശുദ്ധി നീ സൂക്ഷിക്കണം എന്നാണ്. ആ വിശുദ്ധിക്ക് കളങ്കമുണ്ടാക്കുന്ന വിധത്തിൽ അത് എഴുതി വെക്കരുത്. അതേപോലെ തന്നെ റോട്ടിലൂടെ ഈ കാർ ഓടിച്ചു പോകുമ്പം നജസ് കലർന്ന ചെളിവെള്ളം എടുക്കാൻ കയറുക, അള്ളാന്റെ ഇസ്മുമക്കാ തെറിക്കുക. അപ്പൊ ബർക്കത്ത് ഉദ്ദേശിച്ച് എഴുതുകയാണെങ്കിൽ കാറിന്റെ ഉള്ളിൽ വെക്കുക. ഈ എഴുത്ത് നമുക്ക് എന്ത് ചെയ്യാം? ഉള്ളിന്ന് വെച്ചാലും പുറത്തുനിന്ന് കാണുന്ന രീതി ഉണ്ടാവും ചിലടത്ത്. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് മുന്നിൽ ഇങ്ങനെ തൂക്കിയിടാലോ, അതിന്റെ ബർക്കത്ത് ഉണ്ടാവും. പറയുന്നത് പോലെ തന്നെയാണ് എഴുത്തിനും ബർക്കത്തുണ്ട്. ആ വിശ്വാസമുള്ളവരാണ് അഹ്ലുസുന്ന. പക്ഷേ കാറിൻ്റെ ലോറിൻ്റെ ഒക്കെ പുറത്ത് എഴുതിയിട്ട് ചേറും ചളിയാവുന്ന വിധത്തിലാകരുത്. അപ്പം അത് അള്ളാഹുവിനോട് നമ്മൾ കാണിക്കുന്ന അപമര്യാദയായി മാറും.